NABH 6th എഡിഷൻ 6th ചാപ്റ്റർ അതിൻ്റെ രണ്ടാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ 8ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ് PSQ2H. Audits are conducted at regular intervals as a means of continuous monitoring. പ്രിയോറിറ്റി അനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എപ്പോഴൊക്കെ ഓഡിറ്റ് നടക്കണമെന്ന് മുൻകൂട്ടി ഡിഫൈൻ ചെയ്ത് കൃത്യമായ ഇടവേളകളിൽ ഏറ്റവും മിനിമം 6 മാസം ക്രോസ് ചെയ്യാൻ പാടില്ലാത്ത ഇടവേളകളിൽ നമ്മൾ പ്രിയോറിറ്റി ബേസ്ഡ് ആയിട്ട് തന്നെ ഒരു കൂടുതൽ പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലത്ത് കൂടുതൽ എന്ന രീതിയിൽ നമുക്ക് ഒരു ഓഡിറ്റ് പ്രോസസ്സ് റെഗുലർ ഇൻ്റർവെല്ലിൽ നടക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നടത്തുന്നതിന് നമുക്ക് ഈ NABHൻ്റെ സ്റ്റാൻഡേർഡുകളെക്കുറിച്ച് ഇപ്പോൾ പഠിക്കുന്ന ഈ ടീമിൽ ആരൊക്കെങ്കിലും അതിനെ ഹോസ്പിറ്റലിൽ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അതിനുശേഷം ഈ ഓരോ ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളെയും വീഡിയോ ട്യൂട്ടോറിയൽസ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. അഥവാ നിങ്ങൾ അങ്ങനെ ഒരു ഓഡിറ്റ് ഇൻചാർജ് വരുന്നുണ്ടെങ്കിൽ അവർ ഈ സ്റ്റാൻഡേർഡ്സ് കംപ്ലീറ്റ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതിനെ കോർഡിനേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ NABHൻ്റെ കംപ്ലീറ്റ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചും ധാരണയുള്ള ഒരു വ്യക്തി നയിക്കപ്പെട്ട് നമ്മൾ കൃത്യമായ ഇൻ്റർവെൽസിൽ ഓരോ സ്ഥലത്തെയും പ്രിയോറിറ്റി ഏരിയാസിൽ ഫസ്റ്റ് എന്ന രീതിയിൽ റിപ്പീറ്റഡ് എന്ന ഏരിയയിൽ നമുക്ക് ഓഡിറ്റ് റെഗുലറായിട്ട് നടത്താൻ പറ്റണം. അങ്ങനെയുള്ള ഓഡിറ്റിൽ കൂടെ കിട്ടുന്ന ഇൻഫർമേഷൻസിനെ ഇൻഡിപെൻഡൻ്റ് ഏരിയയിൽ നമുക്ക് പെർഫോമൻസ് കൂട്ടാനായിട്ട് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റണം. അപ്പോൾ നമുക്ക് ഈ ഓഡിറ്റ് പ്രോസസ്സിൻ്റെ എൻഡിൽ ഒരു മീറ്റിംഗ് ഇതിനെല്ലാം സമ്മറൈസ് ചെയ്യാനായിട്ട് ഫൈൻഡിങ്സിനെ സമ്മറൈസ് ചെയ്യാനായിട്ടും കറക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കുന്നതിനും അത് ഡോക്യുമെൻ്റ് ചെയ്യുന്നതിനും ഒരു മീറ്റിങ്ങും ആവശ്യമാണ്. ഇതാണ് ഈ ഒരു PSQ2Hൽ പറയുന്നത്. ഓഡിറ്റ് റെഗുലറായിട്ട് നടത്തണമെന്നതും അങ്ങനെ നടത്തുന്നതിന് നമ്മൾ പ്രിയോറിറ്റി ബേസ് ഏരിയാസ് കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ടൈം ഫ്രെയിം വെക്കാനെന്നും ഒരു ഏരിയ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് നടത്താതിരിക്കരുതെന്നും അത്തരത്തിൽ ചെയ്യുന്നതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്ക് NABHൻ്റെ സ്റ്റാൻഡേർഡ്സിനെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്സിനെ കുറിച്ചും നമുക്കറിയാമല്ലോ. നമ്മൾ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ ട്രെൻഡുകൾ നോക്കാൻ അറിയുന്ന ആളായിരിക്കണം. അത്തരത്തിൽ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ട്രെൻഡുകളെ വെരിഫൈ ചെയ്ത് കിട്ടുന്ന ഇൻഫർമേഷൻസിനെ വെച്ചിട്ട് നമുക്ക് കറക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കുന്നതിനും അത് ഡോക്യുമെൻ്റ് ചെയ്യുന്നതിനും കഴിയണം എന്നതാണ് PSQ2H.